വിശദമായ വാർത്തയിലേക്ക്. ATM തട്ടിപ്പിലെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. റൊമാനിയൻ സ്വദേശികളായ ഇലി, ഫ്ലോറസി, കോൺസ്റ്റാന്റിൻ എന്നിവരാണ് പ്രതികൾ. തലസ്ഥാനത്തെ 4 വൻകിട ഹോട്ടലുകളിലാണ് ഇവർ തട്ടിപ്പ് കാലയളവിൽ താമസിച്ചിരുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലസ്ഥാനത്തെ ATM തട്ടിപ്പിന് നേതൃത്വം നൽകിയ 3 റൊമാനിയൻ സ്വദേശികളും ആഡംബര ജീവിതമാണ് തട്ടിപ്പ് കാലയളവിൽ നയിച്ചിരുന്നത്. ഇലി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഗബ്രിയൽ മറിയൻ, ഫ്ലോറസി എന്ന പേരിൽ ബോഗ് ഡീൻ ഫ്ലോറിയൻ, കോൺസ്റ്റാന്റിൻ എന്ന ക്രിസ്ത്യൻ വിക്ടർ എന്നിവരാണ് പ്രതികളെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. തലസ്ഥാന നഗരത്തിലെ 3 വൻകിട ഹോട്ടലുകളിലും നഗരത്തിൽ നിന്നും മാറിയുള്ള മറ്റൊരു ആഡംബര ഹോട്ടലിലുമാണ് ഇവർ താമസിച്ചിരുന്നത്. വിനോദസഞ്ചാരികളായാണ് ഇവർ എത്തി മുറിയെടുത്തതെന്ന് ഹോട്ടലിന്റെ ജനറൽ മാനേജർ പറഞ്ഞു. വേറൊരു ഹോട്ടലിന്റെ വണ്ടിയിലാണ് വന്നതിന് ശേഷം ഇങ്ങനെ ഞങ്ങൾ 2 പേരുണ്ട്, റൂം വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ന് റൊമാനിയൻ പാസ്പോർട്ടും വിസയും എല്ലാമാണ് തന്നത്. നമ്മൾ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. വിദേശ സഞ്ചാരി മാതിരിയാണ് വന്നത്. നമ്മൾ റൂം കൊടുത്തു, ഡബിൾ ഓക്കുപ്പൻസി ആയിരുന്നു. അന്ന് തന്നെ വേറൊരാളുടെ കോവളത്തുനിന്ന് ചെക്കൗട്ടായി വരും, ഒരാളെയും കൂടെ ഓക്കുപ്പൻസി വേണമെന്ന് പറഞ്ഞ് 3 പേരുണ്ടായിരുന്നു. 3 ദിവസം താമസിച്ചു. ഹോട്ടലുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും മൂവർ സംഘത്തിന്റെ പാസ്പോർട്ടിന്റെ പകർപ്പും പോലീസ് ശേഖരിച്ചു. ജൂൺ അവസാനം മുതൽ ജൂലൈ അവസാനം വരെയാണ് പ്രതികൾ 4 വൻകിട ഹോട്ടലുകളിലായി താമസിച്ചത്. ഇവർ യാത്രയ്ക്കായി ഉപയോഗിച്ച 2 ഇരുചക്ര വാഹനങ്ങളും 3 ഹെൽമറ്റും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന പോലീസ് തലസ്ഥാനത്തെ ATM തട്ടിപ്പിൽ ഇന്റർപോളിന്റെ സഹായം തേടി. രാജ്യാന്തര സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് പ്രത്യേക അന്വേഷണം സ്ഥിരീകരിച്ചു. അതിനിടെ 3 പേരടങ്ങുന്ന തട്ടിപ്പ് സംഘം ATMലെത്തി സ്കിമ്മർ സ്ഥാപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. കേരളത്തെ ഞെട്ടിച്ച ATM തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര സംഘമാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇന്റർപോളിന്റെ സഹായം സംസ്ഥാന പോലീസ് തേടിയത്. 3 ദിവസങ്ങളിലായാണ് 3 പേരടങ്ങുന്ന വിദേശ സംഘം ATMൽ നിന്നും വിവരങ്ങൾ ചോർത്തിയത്. കേസന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മേധാവി IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിപ്പ് നടന്ന തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ATM കൌണ്ടറിൽ പരിശോധന നടത്തി. സൈബർ വിദഗ്ധരും പരിശോധനയിൽ പങ്കെടുത്തു. തട്ടിപ്പിൽ 3 വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ജൂൺ 30-നാണ് വെള്ളയമ്പലത്തെ ATM കൌണ്ടറിൽ രാവിലെ 6:21-നും 6:26-നുമായി എത്തി ഇവർ സ്കിമ്മർ സ്ഥാപിക്കുന്നത്. ഇതിലൂടെ പ്രതികളുടെ വ്യക്തമായ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ജൂൺ 30, ജൂലൈ 3, 9 തീയതികളിലാണ് മുംബൈയിൽ നിന്നും ഇവർ പണം പിൻവലിക്കുന്നത്. ഈ ATMൽ നിന്നും പണമെടുക്കുന്നവർ അടിയന്തരമായി പിൻ നമ്പർ മാറ്റണമെന്ന് IG മനോജ് എബ്രഹാം ആവശ്യപ്പെട്ടു. ഈ ATM സെന്ററിൽ പോയിട്ട് അവർ ATM കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ പിന്ന് ഇന്ന് തന്നെ മാറ്റി കഴിഞ്ഞാൽ ഇത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. സൈബർ വിദഗ്ധർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു സംഘം മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പ്രതികളുടെ ദൃശ്യങ്ങളടക്കം ലഭ്യമായ സാഹചര്യത്തിൽ പ്രതികൾക്കായി പോലീസ് ഉടൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സേലത്ത് നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിൻ മാർഗം കൊണ്ടുപോയ 342 കോടി രൂപ കൊള്ളയടിച്ചു. ട്രെയിനിന്റെ ബോഗിക്ക് മുകളിൽ ദ്വാരമിട്ടാണ് പണം കവർന്നത്. വിവിധ ബാങ്കുകളിലേക്കായി കൊണ്ടുപോയ പണമാണ് കവർച്ച ചെയ്തത്. ട്രെയിൻ ചെന്നൈയിലെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. 227 പെട്ടികളിലായാണ് പണം കൊണ്ടുപോയത്. ഈ പെട്ടികളിൽ നിന്നും പണം കവരുകയായിരുന്നു. വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ LDFൽ എടുക്കുന്ന കാര്യം അജണ്ടയിലില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കെ മാണിയുമായി പ്രശ്നാധിഷ്ഠിത സഹകരണമായിരിക്കും LDFനുണ്ടാവുകയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ജനതാദൾ, RSP എന്നീ കക്ഷികൾ UDF വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമാണിതെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ LDFൽ എടുക്കുന്ന കാര്യം അജണ്ടയിലില്ല. പ്രശ്നാധിഷ്ഠിതമായ സഹകരണമായിരിക്കും മാണി വിഭാഗത്തോട് LDF സ്വീകരിക്കുക. വർഗീയ കക്ഷിയായി മാറ്റി നിർത്തില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഇതിനു മുൻപും മാണി വിഭാഗവുമായി LDF സഹകരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അജണ്ടയിൽ ഇപ്പോൾ LDFനകത്ത് ഈ ഒരു പാർട്ടിയെ ഉൾപ്പെടുത്തുക അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ അജണ്ടയിൽ ഇല്ല എന്നന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ്. പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ യോജിക്കാൻ തയ്യാറുള്ളവരുമായിട്ട് എപ്പോഴും യോജിക്കുന്ന സമീപനമാണ് ഞങ്ങൾക്കുള്ളത്. ഈ സെപ്റ്റംബർ 2 പൊതുപണി മുടക്കം നടക്കാൻ പോവുകയാണ്.
ആ പൊതുപണിമുടക്കത്തിൽ മാണി കേരള കോൺഗ്രസ് സഹകരിക്കുകയാണ്. ഞങ്ങൾ സഹകരിപ്പിക്കും സെപ്റ്റംബർ 2 പൊതുപണിമുടക്കത്തിൽ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹകരിപ്പിക്കും. കേരള കോൺഗ്രസ് BJP-യിലേക്ക് പോയാൽ മാണിയും മകനും മാത്രമുള്ള പാർട്ടിയായി അവശേഷിക്കും. കോൺഗ്രസിനൊപ്പം ചേർന്ന് കേരള കോൺഗ്രസിനും ജീർണത ബാധിച്ചു. ഇതിൽ നിന്ന് അവർ മോചനം നേടണം. ജനതാദൾ, RSP എന്നീ കക്ഷികൾ ആത്മപരിശോധന നടത്തേണ്ട സമയമാണെന്നും കോടിയേരി പറഞ്ഞു. UDF വിടണമോ എന്ന കാര്യം ആ പാർട്ടികൾ തന്നെ തീരുമാനിക്കേണ്ട വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് ഘടകകക്ഷികളും ആത്മപരിശോധന നടത്തണം. ഈ ഘട്ടത്തിൽ മാണി പറഞ്ഞതുപോലെ ഇനി ഇതിന്റെ കൂടെ നിൽക്കേണ്ടതുണ്ടോ, കോൺഗ്രസിന്റെ കൂടെ നിൽക്കേണ്ടതുണ്ടോ എന്ന് നോക്കണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 16 വർഷം നീണ്ടുനിന്ന നിരാഹാര സമരം ഇറോം ഷമിള അവസാനിപ്പിച്ചു. ആത്മഹത്യാ ശ്രമക്കുറ്റം നേരിടുന്ന ഇറോം ഇംഫാലിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ ശേഷമാണ് സമരം അവസാനിപ്പിക്കുന്നതായി അറിയിച്ചത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന ഇറോം ഷർമിളയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. താൻ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയാകുമെന്നും സൈന്യത്തിന്റെ പ്രത്യേക അധികാര നിയമം പിൻവലിക്കുമെന്നും ഷർമിള പറഞ്ഞു. 2000 നവംബർ 5-ന് ആരംഭിച്ച നിരാഹാര സമരം നീണ്ട 16 വർഷത്തിന് ശേഷം മണിപ്പൂരിന്റെ ഉരുക്കുവനിത അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളും ഇറോം ശർമ്മ വ്യക്തമാക്കി. കാലമേറെ നീണ്ട നിരാഹാര സമരത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ല. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മാറുകയാണ്. 2017 മണിപ്പൂർ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ഇറോം ശർമ്മ വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആത്മഹത്യാ ശ്രമക്കുറ്റം ഇറോം നേരിട്ടിരുന്നു. ഇതിനെ തുടർന്ന് ഇംഫാൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ ശേഷമാണ് ഇറോം സമരം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ആംബുലൻസിലാണ് ഇറോം കോടതിയിലെത്തിയത്. തുടർന്ന് നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം അറിയിക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നിരാഹാര സമരം ആത്മഹത്യ നടത്താനുള്ള ശ്രമമായിരുന്നില്ലെന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും കോടതിയിൽ വ്യക്തമാക്കി. ഇറോമിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇറോം ശർമിളയെ പിന്തുണച്ച് നിരവധി അനുയായികൾ കോടതിയിലെത്തിയിരുന്നു. ചില തീവ്രവാദ സംഘടനകളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇറോം ശർമിളയ്ക്ക് സുരക്ഷ കർശനമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി.